ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. HPV വാക്സിനേഷൻ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമായി. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തിരുവനന്തപുരത്തെത്തി. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. ഇറാനെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ. ടെഹ്റാനിൽ സ്ഫോടനം. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ CP രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. HPV വാക്സിനേഷൻ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ അജ്മീറിൽ തുടക്കം കുറിച്ചു. വാക്സിനേഷനിൽ പങ്കെടുത്ത കുട്ടികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. देश की नारी शक्ति को सशक्त करने की दिशा में अहम कदम है. साथियों, हम सब जानते हैं कि परिवार में जब मां बीमार होती है तो घर बिखर सा जाता है. इसी भाव से भाजपा सरकार ने महिलाओं को संबल देने वाली अनेक योजनाएं चलाई है. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് സൌജന്യമായി നൽകും. രാജസ്ഥാനിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. രാജ്യത്തുടനീളം സൌജന്യ HPV വാക്സിനേഷൻ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. ഗർഭാശയകള ക്യാൻസർ തടയുന്നതിനും ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുന്നതിനും നടപടി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ IMA വ്യക്തമാക്കി. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സാനന്ദിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാജ്യത്തെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ മെമ്മറി മോഡ്യൂളുകളുടെ വാണിജ്യ ഉൽപാദനത്തിനും കയറ്റുമതിക്കും ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതാണ് പദ്ധതി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ചടങ്ങിൽ പങ്കെടുക്കും. ശേഷം ഇന്ന് രാത്രിയോടെ പ്രധാനമന്ത്രി ചെന്നൈയിലെത്തും. നാളെ പുതുച്ചേരിയിലും മധുരയിലും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. പ്രശസ്ത ഭൌതിക ശാസ്ത്രജ്ഞൻ സർ CV രാമൻ എഫക്ട് കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് ഈ ദിനം ആചരിക്കുന്നു. ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ ശാസ്ത്രദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. രാമൻ എഫക്ട് കണ്ടെത്തിയതിലൂടെ ആഗോള ഗവേഷണ ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാനായതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശാസ്ത്ര സമൂഹത്തിന്റെ നിരന്തര പരിശ്രമം രാജ്യത്തിന്റെ പാതയെ പ്രകാശിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് സ്ഥിരത തുടരുന്നതായി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി 7%-ലധികം രേഖപ്പെടുത്തുന്ന GDP വളർച്ച സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയുടെ പ്രതിഫലനമാണെന്നും ശ്രീ അനന്ത നാഗേശ്വരൻ പറഞ്ഞു. ഇറാനെതിരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ 3 സ്ഫോടനങ്ങൾ നടന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു.
പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. പ്രത്യാക്രമണ സാധ്യത പരിഗണിച്ച് ഇസ്രായേലിൽ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. യുവാക്കളുടെ കഴിവും അറിവും രാജ്യപുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഡൽഹി സർവകലാശാലയുടെ 102ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനാവണം പ്രഥമ പരിഗണനയെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ നിർണായകമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Commitment to keep the nation first and always Rashtra Pratham. At this crucial moment in our national journey towards Viksit Bharat by 2047, your role assumes even greater significance. India has articulated an ambitious aspiration of becoming an Atmanirbhar Bharat and a building of Viksit Bharat, the most developed nation, by 2047. പശ്ചിമ ബംഗാളിൽ SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക അപ്ലോഡ് ചെയ്യുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ അറിയിച്ചു. വെബ്സൈറ്റിന് പുറമെ ECI നെറ്റ് ആപ്പിലും പട്ടിക ലഭ്യമാകും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായതായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തിരുവനന്തപുരത്തെത്തി. ഭാരതീയ വിചാരകേന്ദ്രം സ്ഥാപക ഡയറക്ടറും ചിന്തകനുമായിരുന്ന P. പരമേശ്വരന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം നാടിന് സമർപ്പിക്കുന്ന ശ്രീ ജിതേന്ദ്ര സിംഗ് വാർഷിക ശാസ്ത്രദിന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. രാത്രി 7-ന് ശ്രീലങ്കയിലെ പല്ലേക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകമാണ് CBIയുടെ നീക്കം. കേസിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, K. കവിത എന്നിവരുൾപ്പെടെ 23 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം മുംബൈയിൽ എത്തിയത്. മുംബൈയിൽ ഇന്ത്യ കാനഡ CEOമാർ, വ്യാവസായിക സാമ്പത്തിക വിദഗ്ധർ, അധ്യാപകർ തുടങ്ങിയവരുമായി അദ്ദേഹം ഇന്ന് സംവദിക്കും. നാളെ ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർക്ക് കാർണി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. അഫ്ഗാൻ പാക് സംഘർഷത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. ശത്രുത ഉടൻ അവസാനിപ്പിക്കണമെന്ന് സെക്രട്ടറി ജനറൽ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. അതേസമയം പാകിസ്ഥാനുമായുള്ള സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. HPV വാക്സിനേഷൻ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമായി. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തിരുവനന്തപുരത്തെത്തി ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. ഇറാനെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ. ടെഹ്റാനിൽ സ്ഫോടനം. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.